ഹലോ REVSOUL എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബൈക്കിൻ്റെ റിവ്യൂ അല്ല, പകരം നമ്മൾ ഇന്നൊരു പ്രോപ്പർ ട്രാക്ക് ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഓറഞ്ച് മയം കണ്ടപ്പോഴേ മനസ്സിലാവാതെ നമ്മൾ KTM മോട്ടോ കാർണിവൽ എന്ന് പറഞ്ഞ ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ കോയമ്പത്തൂർ വന്ന് നിൽക്കുന്നത്. ഹൈ പെർഫോമൻസ് ട്രാക്കിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഈ ഒരു ക്യൂ ഒക്കെ കാണാമല്ലോ. ലൈക്ക് നമുക്കിന്ന് 2 ഈവൻറ്റും നടക്കുന്നുണ്ട്. ലൈക്ക് ഓഫ് റോഡിങ്ങും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഫുൾ ഫ്ലാഷ് ആയിട്ടുള്ള ട്രാക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്തായാലും നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ അവിടെ പോയി ഒന്ന് എത്തി നോക്കിയിട്ട് വരാം കേട്ടോ. KTM ബൈക്ക് ഓണേഴ്സ് ലൈക്ക് 160 1290 വരെയ്ക്ക് ഇരിക്കുന്ന വേരിയന്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവരുടെ കംപ്ലീറ്റ് ലൈനപ്പ് ഇവിടെ മുന്നിലുണ്ട്. ലൈക്ക് KTM ഡ്യൂക്ക് 160 തൊട്ട് അവരുടെ ടോപ്പ് ടിയർ ആയിട്ടുള്ള അഡ്വഞ്ചർ 1290 വരെയുണ്ട്. ആദ്യം തന്നെ നമുക്ക് മുന്നിലിരിക്കുന്ന അഡ്വഞ്ചർ 1290 ഒന്നുമല്ല, അവരുടെ റേസ് സ്പെക്ക് ആയിട്ടുള്ള ബൈക്കാണ്. ഐ ഗസ് ഇതൊരു 390 ആണെന്നാണ്. ഫുള്ളി ലൈക്ക് ഫെയർഡ് മോട്ടോർ സൈക്കിളൊക്കെ ലൈക്ക് ഫൈബർ പാർട്സൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓ മൈ ഗോഡ്, സെറ്റപ്പ് ഇത് കംപ്ലീറ്റ്ലി വെയിറ്റ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒരു സംഭവം ഇതിലില്ല. ലൈക്ക് റിയർ സെറ്റ് ആയിട്ടുള്ള ഫുഡ് പെക്സ്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്, ഒരു രക്ഷയില്ല. ഇത് ഭയങ്കര ലൗഡായിരുന്നു. നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ടൈം കണ്ടായിരുന്നു. പിന്നെ കാണാമല്ലോ ഒരു സ്റ്റിയറിംഗ് ഡാമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ KTM ഡ്യൂക്ക് 390 അതും റേസ് സ്പെക്കിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. കാണാമല്ലോ, അതൊരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇത് 390 അല്ലേ? യെസ്, 390 വിത്ത് ഓൾ ന്യൂ 350cc ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇത് ഓടിച്ചില്ല 350cc. പിന്നെ വേറെ ഏതാ 200 ആണോ? യെസ് 200. ഇത് 790 ആണ്, KTM ഡ്യൂക്ക് 790. പിന്നെ ഇതാ ഇവിടെ ഒരു 890 ഉണ്ട്. 790 890 ട്വിൻ ബ്രദേഴ്സ് ആണ്. ഐ മീൻ ബ്രദേഴ്സിൻ്റെ ആക്ഷൻ ഇവിടെ ഉണ്ട് വിത്ത് ഓസ്റ്റിൻ റേസിൻ എക്സോസ്റ്റ്. ഒരു രക്ഷയില്ല. ടൈറ്റാനിയം എക്സോസ്റ്റ് ആണോ? ഓസ്റ്റിൻ റേസിൻ മെഡ്സെല്ലൻ്റെ ടയർസൊക്കെ കണ്ടില്ലേ? ഒരു രക്ഷയില്ലല്ലേ. പ്യോ അഗ്രഷൻ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്ത് അഗ്രസീവ് ആണ് ഇതിൻ്റെ സ്റ്റാൻസൊക്കെ. ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ക്രൗഡുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കാട്ടിത്തരാം. ആൻഡ് ദി ഫുൾ ഫ്ലാഷ് 1290 അഡ്വഞ്ചർ എസ്. നമുക്കിതൊക്കെ നോക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടാണ്. ഇപ്പം ലൈക്ക് ഈവൻറ്റ് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ബൈക്സിൻ്റെ അടുത്ത് ലൈക്ക് ചുറ്റി നിൽക്കുവാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന ടൈമിനെ പ്രോപ്പറായിട്ട് ഒന്നുകൂടി കാട്ടിത്തരാം. ഓക്കെ, ഇത് അഡ്വഞ്ചർ 890 ആണല്ലോ. ഒരു രക്ഷയില്ലല്ലേ. അത്യാവശ്യം നല്ല ഹ്യൂജ് ആണല്ലേ, ബട്ട് അത്യാവശ്യം നല്ല ബാലൻസ്ഡും ആണ്. സോ കൺട്രോളിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 350cc എഞ്ചിനായിട്ട് വരുന്നതെന്നാണ് തോന്നുന്നത്. ഗസ് അഡ്വഞ്ചർ 390, എൻഡ്യൂറോ 390 ആൻഡ് ദി അഡ്വഞ്ചർ 250. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ലൈനപ്പ്. പിന്നെ ഇവിടെ ആയിരിക്കും ലൈക്ക് ബ്രീഫിംഗ് സെഷൻ നടക്കുന്നത്, ട്രാക്കിൻ്റെ ആയിട്ടുള്ളത്. ആൻഡ് തൊട്ടവിടെ കാണാമല്ലോ ആ ഒരു ക്യാമ്പ് അടിച്ചേക്കുന്ന അവിടെയാണെന്നാ തോന്നുന്നത് ലൈക്ക് ഓഫ് റോഡിൻ്റെ ഈവൻറ്റ്, ലൈക്ക് ഓഫ് റോഡിൻ്റെ ബ്രീഫിംഗ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ ആൽവിൻ ബ്രോ ആണെന്നാണ് തോന്നുന്നത്. அவங்களோட எக்ஸ்பீரியன்ஸ் எப்படி இருந்தது, அவங்களோட பைக்ஸ், அவங்களோட தாட்ஸ் என்ன, KTM பற்றி அவங்களோட பர்செப்ஷன் என்ன, KTMனா என்னன்றது ஒரு புது விஷயமா வந்து நீங்கள் இருந்து போகிறப்போ கற்றுட்டு போவீங்கன்னு நினைக்கிறேன். யாருன்னா ஃபர்ஸ்ட் டைம் ஓடுற ரேஸ் ட்ராக்ல 1/1
Oh my god, ഇത്ര നേരം സംസാരിച്ചില്ലെന്ന് അറിയാം ബിക്കോസ് ഐ ആം കംപ്ലീറ്റ്ലി ഫോക്കസിങ്. ഓ മൈ ഗോഡ്, ആ ഒരു കോർണർ കിടിലൻ കോർണറായിരുന്നു. ഔട്ട്. ഓക്കെ, കുറച്ച് സ്ലോ ആക്കി. ഐ ഡോണ്ട് നോ, മേ ബി ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ടാവും. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. That was freaking amazing. ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്, ഇത്ര ഫണ്ണാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. That was something else, man. അഡ്രിനൽ റഷൊക്കെ, ഓ മൈ ഗോഡ്, സീരിയസ്ലി കുറച്ചുകൂടി പുഷ് ചെയ്യാൻ പറ്റിയതെങ്കിൽ കൊള്ളായതുണ്ട്. ബട്ട് സ്റ്റിൽ സോ മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഈവൻറ്റ്. ഓ മൈ ഗോഡ് bro, thanks. Had complete fun. Sorry, I had to make sure that I know that. because I have asked everyone to remove. പ്രോമിസ് ചെയ്തപോലെ എന്തായാലും ഞാൻ ബൈക്സ് എല്ലാം പ്രോപ്പറായിട്ട് കാട്ടിത്തരാം. എന്താ ഇതാണ് റേസ് പ്രെപ്പ് ചെയ്ത RC. ഒരു രക്ഷയില്ലാതെ സ്റ്റിയറിംഗ് ഡാമ്പറും ലൈക്ക് ഈ ഒരു മോഡിലേക്ക് ലാപ്പ് ടൈമിൻ്റെ കൗണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് മോട്ടോ GPയിൽ ബൈക്സിലേക്ക് വരുന്ന പോലെയൊക്കെ ലൈക്ക് കീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വെയിറ്റ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. വേണ്ടാത്ത ഒരു സംഭവം പോലും ഇതിൽ വെച്ചിട്ടില്ല. ആൻഡ് ഇത് കാണാമല്ലോ, ലൈക്ക് ഐ ഗെസ് ഇതൊരു ക്വിക്ക് ഷിഫ്റ്റ് മോഡിയോ ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ ഒരു ബൈക്കിൽ തന്നെ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ വെയിറ്റ് പ്രോബബ്ലി ലൈക്ക് ഒരു എത്ര കാണും, ലൈക്ക് ഒരു 100 kilos പോലെ കാണുമോ എന്തോ, ഐ ഗെസ് ഇത് കാണുമായിരിക്കും. ആൻഡ് ഇതാണ് റേസ് പ്രെപ്പ് ചെയ്ത ലേറ്റസ്റ്റ് Gen 3 KTMൻ്റെ ഡ്യൂക്ക് 390. നമ്മുടെ 399cc എൻജിൻ തന്നെയാണ്. ഒരു രക്ഷയില്ല. മാസ്ക് ഒക്കെ ചെയ്തേക്കണല്ലോ. ഇത് ലൈക്ക് ഐ തിങ്ക് KTM RC കപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒടുക്കത്തെ ഹാൻഡ്ലിങ് ഹാൻഡ്ലിങ് പരിപാടിയെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ റേസിന് വരെ ഉപയോഗിക്കാം. ഞാനിന്ന് ഓടിച്ചായിരുന്നു ഇതല്ല, പക്ഷേ ഇതേ ലൈക്ക് എർഗണോമിക്സും പരിപാടിയിലും വരുന്ന KTMൻ്റെ ഡ്യൂക്ക് 250 ആണ് ഞാൻ ട്രാക്കിൽ ഓടിച്ചത്. ഒരു രക്ഷയിലായിരുന്നു. ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ അപ്പാരം തന്നെയായിരുന്നു കേട്ടോ. ലൈക്ക് കോണേഴ്സിലോട്ടൊക്കെ എടുക്കുന്ന ടൈം ഒരു രക്ഷയിലായിരുന്നു. ഈവൻ ദോ 390 അല്ലെങ്കിലും 250 ആയപ്പോൾ ഐ ആം കംപ്ലീറ്റ്ലി ഗ്രേറ്റ്ഫുൾ ആ ഒരു ട്രാക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇവിടെ ഒരു ലൈക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 350cc എഞ്ചിനുമായിട്ട് വരുന്ന KTMൻ്റെ ഡ്യൂക്ക് 390 വരുന്നു. ആൻഡ് ഇത് എന്താ, ഇത് നമ്മുടെ പഴയ 390 തന്നെയാണ്. അവിടെ 390R എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആ 399cc ആയിട്ടുള്ള എഞ്ചിനായിട്ടുള്ള 390R പുതിയ 350cc ആയിട്ടുള്ള 390 ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് നമ്മുടെ KTM
എമ്മിൻ്റെ ഡ്യൂക്ക് 200 വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്യൂക്കിൻ്റെ 160 ബിഗിനർ ആയിട്ടുള്ള ഡ്യൂക്ക് 160 ഉണ്ട്. ആൻഡ് 790 890 ഉണ്ടായിരുന്നു. 890 പിന്നെ നമുക്ക് കുറച്ച് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നോക്കാം. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് 350cc എഞ്ചിൻ വരുന്ന KTMൻ്റെ അഡ്വഞ്ചർ 390S ഉണ്ട്. നമ്മുടെ എൻഡ്യൂർ R. ഇതിൽ എഞ്ചിൻ ചേഞ്ച് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ, എക്സാക്ട്ലി അറിയത്തില്ല. ഇത് പുതിയതാണ് കാണാമല്ലോ. ലൈക്ക് റാപ്പൊന്നും റിമൂവ് ചെയ്തില്ല, ലൈക്ക് പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇത് X ആണ് കാണാമല്ലോ, ലൈവ് വീൽസ് വരുന്നുണ്ട്. പിന്നെ KTMൻ്റെ അഡ്വഞ്ചർ 250. പിന്നെ ബിഗ് ബൈക്സ്, അതെ അഡ്വഞ്ചർ ബിഗ് ബൈക്സ് നമ്മുടെ ഇവിടെ കൂടെ ഇരിപ്പുണ്ട്. ലൈക്ക് ദി 890 R ഉണ്ട്. ഒരു രക്ഷയില്ല. ഇത് കാണാൻ നല്ല ബൾക്കാണ് കേട്ടോ, ലൈക്ക് ലിറ്ററലി നല്ല ബൾക്കാണ്. എന്നാലും ഇതിൻ്റെ ബാലൻസ് അപാരമാണ്. എത്ര ഓഫ് റോഡ്സും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ലൈക്ക് കുറച്ച് നാൾ ഓടിച്ച് സെറ്റായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബാലൻസ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് KTM ഇതിനെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ. ആൻഡ് ഫൈനലി ഇതാ നമ്മുടെ KTMൻ്റെ സൂപ്പർ അഡ്വഞ്ചർ 1290 ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ 2025 January 1st ഐ തിങ്ക് നമ്മൾ ഈ ഒരു ബൈക്ക് പ്രോപ്പർലി കണ്ടിട്ടുണ്ടായി. നമ്മുടെ ലൈക്ക് എറണാകുളം വൈറ്റില കൊച്ചിയിൽ വെച്ച് അവിടുത്തെ KTM വെച്ച്. ഇതിൽ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഒരു അഗ്രസീവായിട്ടുള്ള ടൂറെന്ന് പറയണം. ഇത് കീലെസ് എൻട്രി പരിപാടികളാണ് വരുന്നത്. ആൻഡ് മീറ്റർ കൺസോളൊക്കെ കാണാമല്ലോ, ഒരു അപ്പാരം മീറ്റർ കൺസോൾ ആൻഡ് പരിപാടി. ഐ ഗസ് ഇതിൽ റഡാർ സിസ്റ്റം വല്ലതും ഉണ്ടോ? എൻ്റെ അറിവിൽ അതെ റഡാർ സിസ്റ്റമൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇത് ഞാൻ അന്ന് കണ്ടതിൽ വെച്ച് ഇമ്പ്രസീവായിട്ട് തോന്നിയ ഒരു ഫീച്ചറായിരുന്നു റഡാർ സിസ്റ്റം. ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ബൈക്കിലോട്ടൊന്നും ചാടി കയറണോ? കയറി കാണിച്ച് തരാം. എനിക്ക് അറിയാമല്ലോ അഡ്വഞ്ചർ ടൂറായതുകൊണ്ട് സ്റ്റാൻഡ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, കയറാം. ഫുള്ളി അഡ്ജസ്റ്റബിൾ, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻസ്. ഭീകര ബൈക്ക് കേട്ടോ, ഭീകര ബൈക്ക്. സോ നമുക്ക് എന്തായാലും ഞാൻ ഇതുവരെ ട്രാക്ക് ഓടിച്ചു. ഇനി നമുക്ക് എന്തായാലും പോയി ഓഫ് റോഡ് ട്രാക്ക് കൂടെ ഓടിക്കാം. ഓഫ് റോഡ് ട്രാക്ക് ഓടിക്കാൻ ഇത്ര ഡിലേ ആയ കാരണം മെയിൻലി ക്രൗഡാണ്. കാണാമല്ലോ ചുറ്റും നോക്കിക്കുക എന്തോരം ക്രൗഡാണ്. ഇപ്പോൾ ആക്ച്വലി സമയം ഇപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ക്രൗഡിന് ഒരു കുറവുമില്ല. കാരണം അത്രമാത്രം ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈവൻ്റാണ് KTM ഈ ഒരു മോട്ടോ കാർണിവലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വെരി മച്ച് എക്സൈറ്റിംഗ്. ഇപ്പോൾ ലൈക്ക് ഓണേഴ്സ്, KTM ഓണേഴ്സ് തമ്മിലുള്ള റേസാണ് നടക്കുന്നത്. ലൈക്ക് ഈക്വൽ എൻജിൻസ് ആയിട്ടുള്ള റേസാണ്. അന്യായ റേസിംഗ് ഒക്കെ ഉണ്ട് കാണാമല്ലോ, ഫ്രണ്ടിലൂടെ പോകുന്നത് ലീൻ ചെയ്തങ്ങ് പോവുക. ലൈക്ക് Gen 3 ഡ്യൂക്ക് 390 ഒക്കെ എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ഈവൻറ്റിൻ്റെ കാര്യങ്ങൾ. ആകെയുള്ള ഒരു വിഷമം എന്ന് പറയുമ്പോൾ ഇവിടം വരെ വന്നിട്ട് എനിക്ക് ഓഫ് റോഡ് ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്താണ് കഥയെന്ന് പറയുമ്പോൾ ഉച്ചവരെ നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ അവർ ലഞ്ച് ബ്രേക്കും പരിപാടിയൊക്കെ ആയിട്ട് പോയ ടൈം നമ്മൾ തിരിച്ച് വീണ്ടും വന്നു. പിന്നെ ഇവിടുത്തെ ലൈക്ക് ഓണേഴ്സിൻ്റെ റേസൊക്കെ കണ്ട് ലൈക്ക് അവിടെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ചെന്ന ടൈം അവർ ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. ആൻഡ് ആ ഒരു ഡിലേ കാരണം നമുക്ക് ഇവിടം വരെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വിഷമമുണ്ടെന്ന് വെച്ചാൽ അതെ ഓഫ് റോഡ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ അതിലധികം സന്തോഷം എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ട്രാക്ക് എക്സ്പീരിയൻസ് സാധിച്ചു. ആൻഡ് കോണേഴ്സൊക്കെ കിടിലമായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ഓടിച്ചത്. ഭയങ്കര അധികം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അറ്റൻഡൻസ് ആ ഒരു റേസിൽ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. ആൻഡ് ഇവിടെ കുറേയേറെ ബൈക്സൊക്കെ കാണാൻ പറ്റി. ലൈക്ക് കുറേയേറെ ആൾക്കാരെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. സോ ഇറ്റ് വാസ് എ ഹാപ്പി ഡേ ആൻഡ് എ ഹാപ്പി ഡേ. അതേപോലെ നല്ല ഒരു ലൈക്ക് എന്താ ഒരു ഈവനിങ് സൺലൈറ്റൊക്കെ കാണുന്നുണ്ട്. ആൻഡ് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ലെറ്റ്സ് catch up in the next video. Until then, it's a bye from me. Bye guys.